വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCKയുടെ 6th അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പബ്ലിഷ് ചെയ്തതിനെ തുടർന്ന് ആർക്കൊക്കെ എത്ര മാർക്കുള്ള സ്റ്റുഡൻസിനാണ് ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. നിങ്ങൾക്ക് ഓവറോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെതും കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് 3 കാറ്റഗറി വൈസ് ആയിട്ടാണ് കിട്ടുന്നത്. ഒന്ന് CM, അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, പിന്നെ CRS, അതുപോലെ തന്നെ ഓപ്പൺ മെറിറ്റ് OM. അപ്പോൾ ഇത്രയും ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറീസിലാണ് അലോട്ട്മെന്റ് വന്നിരിക്കുന്നത്. ന്യൂ അലോട്ട്മെന്റ് എന്ന് കാണിക്കുന്നത് പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളുടെയാണ്. ഇനി അവര് ജോയിൻ ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നത് ഒരു 80ഓളം സീറ്റുകളാണ് വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക അതനുസരിച്ചായിരിക്കും അടുത്ത അലോട്ട്മെന്റ് ഉണ്ടാവുന്നത്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അറിയിക്കുന്നതും അതുപോലെ ചാനലിലൂടെ അറിയിക്കുന്നതുമായിരിക്കും. ആദ്യമായിട്ട് ഇപ്പോൾ 6th അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടോക്കൺ ഫീസ് ആയിട്ടുള്ള 25,000 റുപ്പീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെല്ലാൻ വഴിയോ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് കൺഫേം ചെയ്യുക. 24-ാം തീയതി, അതായത് ഒക്ടോബർ 24-ാം തീയതിക്ക് മുന്നോടിയായിട്ട് ടോക്കൺ ഫീസും അടച്ച് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആൻഡ് ബാക്കി ഫസ്റ്റ് ഇയറിലെ ഫീസ്, ഐ തിങ്ക് 79,000 സംതിങ് ആണ് വരുന്നത്, ആ ഒരു ഫീസും ഒക്കെ അടച്ച് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിട്ട് അഡ്മിഷൻ കോളേജിൽ ഡയറക്റ്റ് പോയി എടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ അറിയിക്കുക. അവിടെ നിന്നും ഒറിജിനൽ ഡോക്യുമെന്റ്സും ഫീസും ഒക്കെ വാങ്ങിയിട്ട് ഈ ഒരു കോളേജിലേക്ക് ഡയറക്റ്റ് വന്ന് അഡ്മിഷൻ എടുക്കുക. ടോക്കൺ ഫീസ് അസോസിയേഷൻ വഴി ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയിക്കൊള്ളുന്നതാണ്. ട്യൂഷൻ ഫീസും ഡോക്യുമെന്റ്സും ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് പോയി മേടിക്കണം. 6th അലോട്ട്മെന്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും ഹയർ ഓപ്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം എഡിറ്റ് മൈ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഏതെങ്കിലും കോളേജ് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്താൽ മാത്രം മതിയാകും. അതായത് കൺഫേം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ തവണ അലോട്ട്മെന്റ് കഴിയും തോറും സീറ്റ് വാക്കൻസീസ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കാട്ടോ. മാക്സിമം അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. ടോക്കൺ ഫീസ് മാത്രം അടച്ചതിന് ശേഷം അഡ്മിഷൻ എടുക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ടോക്കൺ ഫീസ് അടച്ച് നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് വെക്കാട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു റിസ്ക് ഇല്ല. കാരണം കിട്ടിയ കോളേജ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ ടോക്കൺ ഫീസ് നിങ്ങൾ എന്തെങ്കിലും കൺഫർമേഷൻ ഒക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് അത് വരും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ 24-ാം തീയതിക്ക് മുന്നോടിയായിട്ട് ഒറിജിനൽ ഡോക്യുമെന്റ്സും അതുപോലെ ഫീസൊക്കെ റെഡിയാക്കി വെച്ച് പോയി അഡ്മിഷൻ എടുക്കുക. ആർക്കൊക്കെ ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലുമുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് വാലിഡിറ്റി കഴിയാത്തതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയും കൂടി ഒന്ന് ശ്രദ്ധിക്കാട്ടോ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ്. അതായത് ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, അലോട്ട്മെന്റ് മെമ്മോ. നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ വരുന്നതായിരിക്കും. ടോക്കൺ ഫീസ് ഓൺലൈൻ വഴിയാണെങ്കിൽ 2 hourന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ പ്രൊഫൈലിൽ കാണിക്കും. എന്നാൽ നിങ്ങൾ ചെല്ലാൻ വഴി ബാങ്ക് വഴിയാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 24 hours കഴിഞ്ഞിട്ടായിരിക്കും പ്രൊഫൈലിൽ അലോട്ട്മെന്റ് മെമ്മോ വരുന്നുണ്ടാവുക. അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന കോളേജിൽ ഇന്ന സബ്ജക്റ്റിൽ ഇന്ന ടോക്കൺ ഫീസിന് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം മാത്രമാണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്താൽ മതിയാകും. ഇതും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ ബാക്കി നിങ്ങളുടെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുപോവുക. TC CC ഒക്കെ നിങ്ങൾ കൊണ്ടുപോവുക. CC 6 month വാലിഡിറ്റി ഉള്ളതായിരിക്കണം. നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. അതുപോലെ കുറച്ച് കുട്ടികൾക്ക് ഈ ക്യാൻസലേഷൻ ചെയ്യണം. അതായത് അഡ്മിഷൻ എടുത്തു, പക്ഷേ എനിക്ക് ഇന്ന ഒരു കോളേജിൽ വേറെ LBS വഴി കിട്ടുകയോ അങ്ങനെയൊക്കെ വന്ന കുട്ടികളുണ്ടാകാം. അവർക്ക് ഈ അസോസിയേഷനിൽ നിന്നും മാറണം, അതുപോലെ ടോക്കൺ ഫീസ് റീഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജിൽ ഇത് അറിയിക്കുക. പ്രിൻസിപ്പലിന് അപേക്ഷ കൊടുക്കുക. അസോസിയേഷനിൽ നിന്നും നിങ്ങളെ ക്യാൻസൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഓൾറെഡി കോളേജിൽ അടച്ചിട്ടുള്ള ഫസ്റ്റ് ഇയർ ഫീസിൽ നിന്നും 1000 റുപ്പീസ് പിടിച്ചതിന് ശേഷമുള്ള ബാക്കി ഫീസും ഡോക്യുമെന്റ്സും എല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതുമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒക്ടോബർ 24-ാം തീയതിയാണ്. ഇതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യണം. പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിലെ പ്രിൻസിപ്പലിനോട് പറയുക. അങ്ങനെ ക്യാൻസലേഷൻ അപേക്ഷ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കിട്ടുന്നതായിരിക്കും.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും അപ്ഡേഷൻസ് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും ഓക്കെ ബൈ.